പ്രിയപ്പെട്ട കേരളമേ, ഞാൻ തപാൽ പെട്ടിയാണ്. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഇന്ന് ലോക കത്തെഴുത്ത് ദിനമാണ്. വായനയും എഴുത്തും എന്ന പോലെ മനോഹരമായ കത്തുകളും ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് എത്തിയിരുന്ന കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പ്രണയവും വിരഹവും ഓർമ്മ പുതുക്കലുകളും വിശേഷം പറച്ചിലുമായി നിങ്ങൾ എന്നിലൂടെ കടന്നുപോയിരുന്നു. ഇപ്പോൾ ഇതിനെല്ലാം പുതിയ വഴികളായി. മാത്രമല്ല, തപാൽ വകുപ്പുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആശങ്കകളും ഈ കത്തെഴുത്ത് ദിനത്തിൽ നമ്മെ പിന്തുടരുന്നുണ്ട്. 2025 സെപ്റ്റംബർ 1 മുതൽ തപാൽ വകുപ്പിന്റെ രജിസ്റ്റേർഡ് പോസ്റ്റർ സേവനം നിർത്തലാക്കി സ്പീഡ് പോസ്റ്റ് സേവനവുമായി ലയിപ്പിക്കുകയാണ്. ദീർഘകാലമായി നിലനിന്നിരുന്ന രജിസ്റ്റേർഡ് തപാൽ എന്ന സേവനം ഇനി മുതൽ സ്പീഡ് പോസ്റ്റ് വിത്ത് രജിസ്ട്രേഷൻ എന്ന കീഴിൽ വരും. ഇതോടെ തപാൽ ഉരുപ്പടികൾ രജിസ്റ്റർ ചെയ്ത് അയക്കാൻ ഇനി ചെലവേറും. ഫലത്തിൽ സ്പീഡ് പോസ്റ്റിന്റെ നിരക്ക് കൂടി ഉപഭോക്താവ് കൊടുക്കേണ്ടി വരും. നിലവിൽ സ്പീഡ് പോസ്റ്റിന് 41.30 രൂപയും രജിസ്റ്റേർഡ് തപാലിന് 26 രൂപയുമാണ് അടിസ്ഥാന നിരക്ക്. അക്നോളജ്മെന്റ് സഹിതമുള്ള തപാലിന് 3 രൂപ അധികം നൽകണം. രണ്ട് സേവനങ്ങൾ ലയിപ്പിക്കുന്നതോടെ അക്നോളജ്മെന്റിനുള്ള നിരക്ക് 10 രൂപയായി വർദ്ധിപ്പിച്ചു. ഉരുപ്പടിയുടെ ഭാരമനുസരിച്ചാണ് രജിസ്റ്റേർഡ് തപാൽ നിരക്കുകൾ. പുതിയ ഘടനയിലുള്ള രജിസ്ട്രേഷൻ നിരക്കുകളുടെ പട്ടിക പുറത്തിറങ്ങിയിട്ടില്ല. രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനം അവസാനിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാരും സ്ഥാപനങ്ങളും ആശ്രയിച്ചിരുന്ന നിയമപരവും ഔദ്യോഗികപരവുമായ സേവനങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പിൻകോഡുകൾക്ക് പകരം ഡിജിറ്റൽ പിന്നുകൾ അവതരിപ്പിച്ച് തപാൽ വകുപ്പിനെ നവീകരിക്കാനുള്ള നടപടികളും നടക്കുന്നുണ്ട്. ഡിജിപിൻ സംവിധാനം ഉപയോഗിച്ച് ഇനി മുതൽ വിലാസങ്ങൾ കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. മുൻപ് പിൻകോഡുകൾ ഒരു സ്ഥലത്തെ മുഴുവൻ സൂചിപ്പിക്കുന്നതായിരുന്നെങ്കിൽ ഡിജിപിൻ സൂചിപ്പിക്കുക ഒരു നിശ്ചിത പ്രദേശത്തെ ആയിരിക്കും. തപാൽ വകുപ്പ് പൂർണ്ണമായും ഡിജിറ്റലായി മാറുന്നതിന്റെ മുന്നോടിയാണ് പുതിയ തീരുമാനം. അതിനിടയിൽ തപാൽ പെട്ടികൾ നിർത്തലാക്കുന്നു എന്ന രീതിയിൽ പ്രചരണം വന്നത് തെറ്റാണെന്ന് അധികൃതർ സൂചിപ്പിച്ചു. തപാൽ വകുപ്പ് ഇതുവരെ അങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടില്ല. ജയനവണൂരിന്റെ മനോഹരമായ റിപ്പോർട്ടിനൊപ്പം കേരള പ്രണാമം ന്യൂസ്.